ഹിന്ദി പഠിക്കാൻ തുടങ്ങി. അതിന് അല്പം കഴിഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിൽ ഞാൻ നാട്ടിൽ നിന്ന് പോരുമ്പോൾ ഉള്ളിലൊരു ചിന്തയുണ്ടായിരുന്നു. ഞാൻ സ്നേഹമില്ലാതെ വളർന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ എൻ്റെ ഉള്ളിലൊരു ചിന്തയുണ്ടായിരുന്നു, ഞാൻ വിവാഹം കഴിക്കുന്നത് ഒരു കുഞ്ഞുള്ള ഒരു സ്ത്രീ ആയിരിക്കും, അല്ലെങ്കിൽ ശരീരം വിറ്റ് ജീവിക്കുന്ന, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു വേശ്യ സ്ത്രീയെ വിവാഹം കഴിച്ച്. എന്താണ് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ, അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ എന്താ കാരണം? ബാല്യത്തിലെ അനുഭവങ്ങളായിരുന്നു? ബാല്യത്തിലെ അനുഭവം എന്ന് പറയുമ്പോൾ എൻ്റെ തോന്നലുകളായിരുന്നു. ഇന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് അതെൻ്റെ തോന്നലുകളായിരുന്നു എന്നുള്ളത്. വേണ്ടത്ര യാഥാർത്ഥ്യം അതിനകത്തുണ്ടായിരുന്നില്ല ആ തോന്നലുകൾക്കുള്ളിൽ. എനിക്ക് സ്നേഹം കിട്ടുന്നില്ല എന്നുള്ളൊരു തോന്നലായിരുന്നു എന്നെ വേദനിപ്പിച്ചുകൊണ്ടിരുന്നത്. സ്നേഹം തീരെ കിട്ടുന്നില്ല. അതെ, അല്ല ഞാൻ ചോദിക്കുന്നത്, സ്നേഹം കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ എന്താണ് അതിൻ്റെ പിന്നിലുള്ള ഒരു കാരണം? അതിൻ്റെ പുറകിൽ പറഞ്ഞാൽ ഒരു ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്ത്രീക്ക് ഒരു ജീവിതം കൊടുക്കുക, അങ്ങനെ സ്നേഹം കൊടുക്കുക, സ്നേഹം തിരിച്ചു നമുക്ക് ലഭിക്കും. കാരണം നമ്മളെക്കാളും ഉയർന്ന ഒരു സ്ഥാനത്തുള്ളവരാകരുത്. അങ്ങനെയെങ്കിൽ നമ്മളെ സ്നേഹിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. നമ്മളെ വളരെ താഴ്ന്ന നിലവാരമാണെങ്കിൽ നമ്മളെ സ്നേഹിക്കാൻ, നമുക്ക് അങ്ങോട്ട് പരസ്പരം സ്നേഹിക്കാനും സാധിക്കും. കാരണം എനിക്ക് എൻ്റെതായ ഒരു അഡ്രസ്സ് ഇല്ല, ഒരു ലേബിൾ ഇല്ലാത്തൊരു മനുഷ്യനായിരുന്നു. അതാണ് അങ്ങനെ ഒരു ചിന്തയിലേക്ക്. തീർച്ചയായും. അപ്പോൾ അങ്ങനെ തീരുമാനമെടുത്തു. നാളുകൾ കഴിഞ്ഞു. ഞാൻ ഈ ബസ്സിൻ്റെ ആ ഫീൽഡ് വിട്ടു. കുറച്ച് ബോംബെയിലത്തെ ആളുകളുമായിട്ടുള്ള മറാഠീസുമായിട്ടുള്ള ഒരു പരിചയങ്ങളും എനിക്ക് വന്നു. അപ്പോഴും ജോലി ഹോട്ടലിൽ തന്നെ അല്ല, ബസ്സിലായിരുന്നു ഞാൻ പണിയെടുത്തിരുന്നത്. ഹോട്ടൽ വിട്ട് ബസ്സിൽ ക്ലീനറായിരുന്നു. അതും വിട്ട് മറാഠികളുമായിട്ട് സഹകരിച്ച് അവരുടെ ഒരു കോളനിയിൽ, ഗാവ് എന്ന് പറയാം, ബോംബെയിൽ പല ഗാവുകളുണ്ട്. അപ്പോൾ അവരുടെ കൂടെ അവരുടെ കോളനിയിൽ താമസിക്കാൻ തുടങ്ങി. അപ്പോൾ അവിടെ ഒരു മലയാളീസ് ആരുമില്ല, എല്ലാവരും മറാഠീസാണ്. പതുക്കെ മറാഠി പഠിക്കാൻ തുടങ്ങി. കാരണം അവിടെ ഹിന്ദിയും സംസാരം വളരെ കുറവാണ്, മറാഠിയാണ്. അപ്പോൾ മറാഠി പഠിക്കാൻ തുടങ്ങി. അവിടെ കൊച്ചു റൂമെന്ന് പറയാൻ പറ്റില്ല, 4 ഭാഗം ഷീറ്റ് മറച്ച് ഒരു റൂമാണ്. അതിന് വാടക 600 രൂപയാണ് മാസം വാടക. അങ്ങനെ അതിനുള്ളിൽ താമസിക്കും. ലൈറ്റൊന്നുമില്ല, കൊച്ചു കോളനിയാണ്. അങ്ങനെ അവിടെ താമസം തുടങ്ങി. അവിടെയുള്ള ആളുകളുമായിട്ട് കണക്ഷൻ, പരിചയം വന്നു. അവിടെ കിട്ടുന്ന ചെറിയ ജോലിക്ക് കടന്നു പോവും. അവിടുത്തെ ഒരാളായി ജീവിക്കാൻ തുടങ്ങി. പുറത്തുനിന്ന് ഒരാൾക്കും ഞാൻ മലയാളിയാണെന്ന് പറയാൻ സാധിക്കില്ല. ഒരു മറാഠിയുടെ കെട്ടും മട്ടും ഒക്കെ കൈവന്നു. അതെ, തീർച്ചയായിട്ടും. സത്യത്തിൽ മലയാളം ഞാൻ സംസാരിക്കുന്നത്, ഞാൻ എൻ്റെ ഈ കൊച്ചു കുടലിൻ്റെ ഉള്ളിൽ വരുമ്പോൾ ഒറ്റയ്ക്കാണ്, സ്വയമാണ് മലയാളം പാട്ടുപാടി സംസാരിക്കുക, അല്ലാതെ അവിടെ മലയാളം സംസാരിക്കാനില്ല. അങ്ങനെ നാളുകൾ കഴിഞ്ഞപ്പോൾ ഞാൻ താമസിച്ചിരുന്ന ആ കുടിലിൽ തന്നെ പറയണോ അതിന്, ആ കുടിലിൻ്റെ ഒരു 10 കുടിലപ്പുറം ഒരു കുടിലുണ്ടായിരുന്നു. അവർ എന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരുന്നു. ഒരു സഹോദരി, 21 വയസ്സ് പ്രായമുണ്ട്. അപ്പോൾ ആ സമയത്ത് വിനോദിന് എത്ര 92-ലാണ് എൻ്റെ 10ാം ക്ലാസ് കഴിയുന്നത്. 17 വയസ്സ്. കാരണം ഞാൻ പറഞ്ഞില്ല, 7ാം ക്ലാസ് കഴിഞ്ഞിട്ടാണ്, ഞാൻ 7 വയസ്സ് കഴിഞ്ഞിട്ടാണ് ഒന്നിൽ ചേർന്നത്. അപ്പോൾ 17 വയസ്സോളം പ്രായം. 18 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ബോംബെക്ക് എത്തുമ്പോൾ 19 വയസ്സ്. അപ്പോൾ എന്നേക്കാളും ഒരു 2 വയസ്സ് പ്രായം കൂടുതൽ കാണും പറയുന്ന ആ സ്ത്രീക്ക്. കാരണം ഞാൻ ഇവിടെ ഈ കുടിലേക്ക് എത്തുമ്പോഴേക്കും ഒരു 3-4 വർഷം കഴിഞ്ഞിട്ടുണ്ട്. 3-4 വർഷം കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഈ സ്ത്രീയുമായിട്ട് വളരെ അടുത്ത അടുപ്പം വന്നു, പരിചയം വന്നു. അവിടെ ഹോളി ഒരു വലിയൊരു ഉത്സവമാണ് ബോംബെയിലെ. ആ കേരളത്തിലെ ഓണത്തിനോട് താരതമ്യപ്പെടുത്താവുന്ന അത്രയും പ്രധാനപ്പെട്ട ഒരു ഉത്സവം. ബോംബെയിലത്തെ, നോർത്ത് ഇന്ത്യയിലത്തെ നല്ലൊരു ഉത്സവമാണ് ഹോളി. അപ്പോൾ ആ ഹോളി സമയത്ത് അവരുമായിട്ട് നല്ലൊരു പരിചയം വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ സെപ്പറേറ്റ് മാറിയിരുന്ന് അല്പസമയം സംസാരിക്കാൻ ഒരു അവസരം കിട്ടിയപ്പോൾ, സാധാരണ സ്ത്രീകളാണ് പറയേണ്ടത്, പക്ഷെ ഞാനാണ് തുറന്നു പറഞ്ഞത്. ഞാൻ പറഞ്ഞു, തമാശയ്ക്കാണെങ്കിൽ എന്നെ കിട്ടില്ല, വിവാഹം ചെയ്ത് ജീവിക്കാനാണെങ്കിൽ, അതായത് നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞ മരഞ്ചുറ്റി പ്രേമത്തിന് എന്നെ കിട്ടില്ല, കാര്യങ്ങൾ ഗൗരവമായിരിക്കണം. അതെ, ഒരു ജീവിതമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഒന്നിച്ച് ജീവിക്കാം, അല്ലാതെ ഈ അവിടെ ഇരുന്നുകൊണ്ടുള്ള ഒരു നേരം പോക്കിന് എന്നെ കിട്ടില്ല. അത് സത്യത്തിൽ ആ സ്ത്രീക്ക് അത് താല്പര്യമായി. അപ്പോൾ ഞാൻ നോക്കിയത് മറ്റൊന്നും ഞാൻ നോക്കിയില്ല. നോക്കിയപ്പോൾ നന്നായിട്ട് മുടിയുണ്ട്. അപ്പോൾ നമ്മുടെ കേരളത്തിലെ ഒരു നമ്മുടെ ഉള്ളിലുള്ള ചില സങ്കല്പങ്ങൾ. അതെ. പിന്നെ കണ്ടു കഴിഞ്ഞൊരു മലയാളി സ്ത്രീയാണെന്ന് പറയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതൊക്കെയാണ് ഞാൻ നോക്കിയത്. അതുപോലെ എന്നെ സ്നേഹിക്കുന്നു, എൻ്റെ കൂടെ ആരുമില്ല എന്ന് അറിഞ്ഞുകൊണ്ടും എന്നോട് ആ സ്നേഹം അടുപ്പം കാണിക്കുന്നു. അങ്ങനെ ആ സ്നേഹബന്ധം തുടർന്ന് മുന്നോട്ട് പോയി. ഞങ്ങൾ കോടതിയിൽ പോയി കോർട്ട് മാരേജ് ഞങ്ങൾ ചെയ്തു. കുറച്ച് സുഹൃത്തുക്കൾ പരിചയങ്ങളുണ്ടായിരുന്നു. അവരുടെ ഒരു പിൻബലത്തിൽ, സപ്പോർട്ടിൽ
കോർട്ട് മാരേജ് കഴിഞ്ഞു. ആ സമയത്ത് നാട്ടിലെ അവസ്ഥ എന്താണ്? നമ്മളെ കുറിച്ച് അന്വേഷിക്കുകയോ അങ്ങനെ എന്തെങ്കിലും മാതാപിതാക്കൾ ചെയ്യുകയോ നമ്മൾ അവരെ അന്വേഷിക്കാനായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യും അങ്ങനെ എന്തെങ്കിലും? നാട്ടിലെ അവസ്ഥ അന്ന് മൊബൈൽ സംവിധാനം ഇല്ല. പിന്നെ നാട്ടിൽ ഫോൺ ചെയ്ത് ചോദിക്കാനുള്ള വീടിൻ്റെ അടുത്തൊരു PCO അങ്ങനത്തെ ഒരു സംവിധാനം ഉണ്ടായിരുന്നില്ല. എഴുത്താണുള്ളത്. ഞാൻ എഴുതുന്ന എഴുത്തുകൾക്ക് നാട്ടിൽ നിന്ന് ഒരു മറുപടി വരാറില്ല. ചുരുക്കം പറഞ്ഞ നാടായിട്ടൊരു ബന്ധമില്ല. നാടായിട്ട് ബന്ധം ഇല്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം നാട് പ്രദേശത്തുള്ള ചില വ്യക്തികളെ ബോംബെയിൽ വെച്ച് ഞാൻ കാണാൻ വീട്ടുകാരുമായിട്ട് ബന്ധമില്ല. പക്ഷെ വീട്ടുകാർ ഞാൻ അവിടെ ഉണ്ട് എന്നുള്ളത് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. മറ്റു പലവരും കടന്നു ചെന്ന് പറഞ്ഞിട്ടുണ്ട്, വിനോദനെ ഞങ്ങൾ കണ്ടിരുന്നു, അവർക്ക് നമ്മളെ കാണണമെന്നുള്ള അങ്ങനെ ഒരു താല്പര്യം അവരുടെ ഭാഗത്തുനിന്നും മുൻകൈ എടുത്ത് വരിക ഒന്നും ചെയ്തില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അപ്പൊ കാര്യങ്ങൾ അങ്ങനെ പോകുന്നു. അതെ, ഇവിടെ നമ്മൾ പുതിയൊരു ജീവിതത്തിലേക്ക് നമ്മൾ കാലെടുത്തു. അങ്ങനെ ജീവിതം തുടങ്ങി. ഒരു ചെറിയൊരു വീട് വാടകയ്ക്ക് എടുത്തു. വീടല്ല, ചെറിയ റൂം. അവിടെ തന്നെയാണോ അതോ അവിടുന്ന് മാറി? കാരണം അവിടെ അവരുടെ വീട്ടുകാർ താല്പര്യം ഉണ്ടായിരുന്നില്ല. വൈഫിന്റെ വീട്ടുകാർക്ക് ഇതിനോട് താല്പര്യം ഉണ്ടായിരുന്നു. കാരണം ഞാനൊരു മലയാളിയാണ്, എവിടെ നിന്ന് വന്നു എന്ന് പരദേശി. അതെ. അപ്പോൾ ഓൾറെഡി ഒരു വിവാഹം കഴിഞ്ഞ ഒരു സ്ത്രീ ആയിരുന്നു. അതും ഒരു രാജസ്ഥാനി വിവാഹബന്ധമായിരുന്നു. ആ മനുഷ്യൻ ഏതോ ഒരു അസുഖം മൂലം മരണപ്പെട്ടു. എന്തായിരുന്നു അസുഖം എന്ന് അവർക്ക് മനസ്സിലായില്ല. പിന്നീട് അവരുടെ സഹോദരി വീട്ടിൽ വന്ന് നിൽക്കുന്ന ഒരു സമയമായിരുന്നു അത്. അപ്പോൾ അതുകൊണ്ട് ഒരു പ്രയാസം, ഈ വ്യക്തി എങ്ങനെയുള്ളവനാണ് എന്താണ് ഒന്നും അറിയില്ല. ഒരു ചൂടുവെള്ളത്തിൽ വീണുപോയവര്. അതെ. അങ്ങനെ വീട്ടുകാരുടെ സമ്മതം ഇല്ലാത്തത് കൊണ്ട് ഒരുപാട് ഞങ്ങൾക്ക് പ്രയാസങ്ങളുണ്ടായിരുന്നു. കാരണം അവർക്ക് അവിടെ മറാഠീസാണ്. അപ്പോൾ അവർക്ക് നല്ലൊരു സപ്പോർട്ടിങ് അവിടെ ഉണ്ട്. എനിക്കാരും അങ്ങനെ ഒരു സപ്പോർട്ട് ഇല്ല. പക്ഷേ എങ്കിലും ഞങ്ങളുടെ സ്നേഹബന്ധം അത് നല്ലൊരു ഉറപ്പുള്ളതായിരുന്നു. ഏത് പ്രതിസന്ധിയും നേരിടാൻ നമ്മളെ തീർച്ചയായും നേരിടാനുള്ള ഒരു ഞങ്ങൾ പരസ്പരം അതൊരു തീരുമാനമെടുത്തിരുന്നു. അങ്ങനെ വിവാഹം കഴിഞ്ഞു, ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു. ഒന്നിച്ച് ജീവിതം തുടങ്ങിയപ്പോൾ ഉള്ളിൽ വന്നൊരു സ്വപ്നം, സ്വന്തമായൊരു റൂം. അവിടെ വീടെന്നല്ല, റൂം എന്ന് പറയും. സ്വന്തമായൊരു റൂം ഉണ്ടാക്കണം. വീടെന്നൊക്കെ പറഞ്ഞ വലിയ സ്വപ്നമാണ്. വലിയ സ്വപ്നം. അത് നമ്മളെ കൊണ്ട് ഒരിക്കലും അത് സാധിക്കാത്തതാണ്. അപ്പോൾ ഒരു കൊച്ചു റൂം എടുത്ത് സ്വന്തമായൊരു ജീവിതം തുടങ്ങണം. ഒരു മകനോ മകളോ ദൈവം തരുന്നത്, ആ ഒരു രീതിയിൽ വലിയൊരു ആഗ്രഹം. അതായത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത ഒരു ജീവിതം, ദാമ്പത്യ ജീവിതം, അല്ലെങ്കിൽ ഒരു ഭാര്യയും ഭർത്താവുമായി ജീവിക്കാന്ന് പറഞ്ഞാൽ ഒരിക്കലും എന്നെ കൊണ്ട് കാരണം പാലത്തിൻ്റെ കീഴിൽ കിടന്ന് ഭിക്ഷക്കാരോടുകൂടെ ജീവിച്ച് പല ദിവസങ്ങളിലും ഭക്ഷണമില്ലാതിരുന്ന ഒരു വ്യക്തിക്ക് ഈ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ സ്വപ്നമല്ല, അതിൻ്റെ അപ്പുറത്തുള്ള എന്തോ ഒന്നാണ്. തീർച്ചയായും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനെ പൂർണ്ണമായിട്ടും ആസ്വദിച്ചിരുന്നു. ഞാനത് ഒരു സ്വപ്നത്തിലാണോ ജീവിക്കുന്നതെന്ന് പോലും ചിന്തിച്ച നിമിഷങ്ങൾ. അതിലപ്പുറമായി എനിക്ക് കിട്ടിയ എൻ്റെ ജീവിത പങ്കാളി വളരെ നല്ല, സ്നേഹിക്കാൻ വളരെയധികം, എൻ്റെ പല കാര്യങ്ങളിലും വളരെയധികം ശ്രദ്ധ കൊടുത്തു, നമ്മേക്കാൾ കൂടുതൽ. തീർച്ചയായും. സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു അമ്മയുടെ സ്ഥാനം ഉണ്ടായിരുന്നു. എൻ്റെ ജീവിത പങ്കാളിയിൽ നിന്നും എനിക്ക് സ്നേഹം കിട്ടിയിരുന്നു, ഒരു സഹോദരിയുടെ സ്നേഹം കിട്ടിയിരുന്നു, പിന്നെ നല്ലൊരു കരുതലുണ്ടായിരുന്നു, ഒരു ഭാര്യയുടെ സ്നേഹം കിട്ടിയിരുന്നു. അങ്ങനെ എല്ലാം ഒരു സ്നേഹം എനിക്ക് എൻ്റെ ജീവിത പങ്കാളിയിൽ എനിക്ക് കിട്ടിയിരുന്നു. ബൈബിളിൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഉത്തമയായ ഒരു സ്ത്രീ. അതെ. അങ്ങനെ നാളുകൾ കഴിഞ്ഞപ്പോൾ എൻ്റെ ചില ചീത്ത സ്വഭാവങ്ങൾ, മദ്യം വല്ലപ്പോഴൊക്കെ, വലിയ കാര്യമായിട്ടില്ല, വല്ല ആഘോഷങ്ങൾക്ക് വല്ലപ്പോൾ അല്പം കഴിച്ചു. അതുപോലെ സ്മോക്കിംഗ് ഉണ്ടായിരുന്നു. അതുപോലെ ഞാൻ ആ ദേശത്ത് താമസിക്കാൻ തുടങ്ങിയപ്പോൾ, ആ ഗാവിൽ താമസിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ ചീട്ട് കളി ക്ലബ്ബ് തുടങ്ങി സ്വന്തമായിട്ട്. അതുപോലെ ചാരായം കൊണ്ടുവന്ന് അത് ബ്ലാക്കിന് വിൽക്കുന്നൊരു സംഭവം തുടങ്ങി. ഇതെല്ലാം വിവാഹത്തിന് ശേഷമാണോ? വിവാഹത്തിന് മുമ്പ്. അപ്പോൾ അങ്ങനെ കുറച്ച് പൈസ കിട്ടാൻ തുടങ്ങി. പക്ഷേ ഇതെല്ലാം എൻ്റെ വിവാഹത്തിന് ശേഷം എൻ്റെ ഭാര്യയുടെ ആ ഒരു എന്നോടുള്ള ആ ഒരു അടുപ്പവും അതിൽ ഞാനിതെല്ലാം വേണ്ടാന്ന് വെച്ചു. കാരണം അത് ശരിയല്ല എന്ന് എനിക്കത് തെറ്റ് കാണിച്ചു തന്നപ്പോൾ ഞാനതെല്ലാം വേണ്ടാന്ന് വെച്ചു. നല്ലൊരു മനുഷ്യനായി ജീവിക്കാൻ തുടങ്ങി. അവിടെ വിന്നസ് എന്നുള്ളൊരു CD കമ്പനി ഉണ്ട്, CD ഉണ്ടാക്കുന്ന കമ്പനിയാണ്. ആ കമ്പനിയിൽ ചെറിയൊരു വർക്ക് എനിക്ക് കിട്ടി. അവിടെ CD പാക്കിങ് ചെയ്യാം. അപ്പോൾ ഒരു 25 സ്റ്റാഫുണ്ട്. ആ സ്റ്റാഫിൻ്റെ കൂടെ ഇരുന്ന് CD പാക്കിങ് ചെയ്യാം. ഒരു 1.5 വർഷത്തോളം ഞാൻ ആ വർക്കിന് പോയി. അവിടെ ഞാൻ വളരെ അവിടെയുള്ള സ്റ്റാഫിനേക്കാളും വളരെ സ്പീഡിൽ വർക്ക് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ എന്നെ അവിടുത്തെ സൂപ്പർവൈസറാക്കി. വലിയ ശമ്പളമൊന്നുമില്ല, എങ്കിലും അവരെക്കാളും അല്പം ശമ്പളം കൂടുതലുണ്ട്. ഇവരെ 25 സ്റ്റാഫിന് നോക്കുക, ഡേ നൈറ്റ് വർക്ക് ഉണ്ടാവും, അപ്പോൾ അവരെ നോക്കുക. അപ്പോൾ അങ്ങനെ ഒരു നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ വൈഫ് പ്രഗ്നൻ്റ് ആയപ്പോൾ നാട്ടിലേക്ക് വല്ലപ്പോഴൊക്കെ ഇങ്ങനെ എഴുതാറുണ്ട്. അതുപോലെ ഒരു എഴുത്ത് നാട്ടിലേക്ക് എഴുതിയപ്പോൾ
അമ്മോട് ഞാൻ അതിന് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ വിവാഹം കഴിഞ്ഞു ഇങ്ങനെ ഒരു സ്ത്രീയുമായിട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വീണ്ടും ഒരു എഴുത്ത് എഴുതാണ് വൈഫ് ഗർഭിണിയാണ് എന്ന് പറഞ്ഞിട്ട്. നാട്ടിൽ നിന്ന് ഒരു ലെറ്റർ വന്നു, നീ കഴിഞ്ഞത് കഴിഞ്ഞു, ഭാര്യയും കൂട്ടി നാട്ടിലേക്ക് വരിക. ആ സന്തോഷം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരിക്കലും അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമായിരുന്നു. എൻ്റെ ഭാര്യയ്ക്ക് വളരെ വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു കേരളം കാണണം എന്നുള്ളത്. അപ്പോൾ ഞാൻ പലപ്പോഴും നാടിനെക്കുറിച്ച് പറയും, ആൾക്ക് മലയാളം അറിയില്ല, നാടിനെ കുറിച്ചൊക്കെ പറയാറുണ്ട്. അതുകൊണ്ട് വളരെയധികം സന്തോഷം. അതുപോലെ നാട്ടിലെ സെറ്റ് സാരി വളരെ ഇഷ്ടമായിരുന്നു. അങ്ങനെ കേരളം കാണുന്ന വലിയൊരു ആഗ്രഹം ഉള്ളിൽ വന്നു. അങ്ങനെ ഞങ്ങൾ അമ്മ വിളിച്ചു എന്നുള്ള സന്തോഷത്തിൽ എല്ലാം മറന്ന് ഞാൻ ഭാര്യയുമായിട്ട് നാട്ടിലേക്ക് വരികയാണ്. നാട്ടിൽ വന്ന് ഭാര്യയെ അമ്മയുടെ അടുത്ത് ഏൽപ്പിച്ചു. 2 ദിവസം ഞാനിവിടെ നിന്നു. 3-ാം ദിവസം ഞാൻ ഇവിടുന്ന് തിരിച്ച് ബോംബെയിലേക്ക് പോയി. കാരണം എൻ്റെ ജോലി എല്ലാം അവിടെയാണ്. ഞാൻ നാട്ടിൽ നിന്ന് കഴിഞ്ഞാൽ ഒരു പക്ഷേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. സാമ്പത്തികം അത് ഇവിടെ പരിചയങ്ങളൊന്നുമില്ല. അങ്ങനെ ചുരുക്കി പറയുകയാണെങ്കിൽ ഞാൻ ബോംബെ എത്തി നാളുകൾ കഴിഞ്ഞപ്പോൾ ഒരു ദിവസം എൻ്റെ അനുജൻ്റെ കൂടെ എൻ്റെ ഭാര്യ ഒരു പ്രഭാതത്തിൽ എൻ്റെ റൂമിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുക ബോംബെയിൽ. പെട്ടെന്ന് എനിക്കത് ഒരു ഷോക്കായത്. അപ്പോൾ ഞാൻ അനുജനോട് ചോദിച്ചു, എന്താണ് ഇത്ര പെട്ടെന്ന് വരാനുള്ള കാരണം? അപ്പോൾ അനുജൻ എൻ്റെ കയ്യിൽ ഒരു കത്ത് തന്നു. ഇത് പപ്പ തന്നാണെന്ന് പറഞ്ഞിട്ട്. ഞങ്ങൾ അച്ഛനെ പപ്പ എന്നാണ് വിളിക്കുക. പപ്പ തന്ന കത്താണ്. ഞാൻ ആ കത്ത് പതുക്കെ പൊട്ടിച്ച് വായിച്ചപ്പോൾ അതിലെഴുതിയിരിക്കുന്നത്, വിനോദ, നിൻ്റെ വൈഫ് ഭാര്യ എയ്ഡ്സ് രോഗിയാണ്. വിശ്വസിക്കാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഭാര്യ വീട്ടിലാക്കി നീ വണ്ടി കയറി. ഇതായിരുന്നു ആ കത്തിലെ ഉള്ളടക്കം. ഞാൻ ആ കത്ത് വായിച്ച് അല്പസമയം ഒരു വല്ലാത്തൊരു വേദന എൻ്റെ ഉള്ളിൽ ഉണ്ടായി. കാരണം എൻ്റെ ഉള്ളിൽ ചിന്ത, ഞാൻ ആ ഒരു രീതിയിലേക്ക് പോയിട്ടില്ല. ദുശീലങ്ങൾ വേറെ പലതും നമുക്ക് ഈ രോഗം വരാവുന്ന ഒരു സാഹചര്യത്തിൽ ഞാൻ പോയിട്ടില്ല. പിന്നെ നമുക്കറിയാവുന്നിടത്തോളം നമ്മുടെ ഭാര്യ അങ്ങനെ ഒന്നിലേക്ക് പോകൂല. അപ്പോൾ പിന്നെ ഒരു വിഷയമുള്ളത് ഭാര്യയുടെ ഒരു വിവാഹം പിന്നെ മുമ്പിലുള്ള ഒരു കാര്യം അതാണ്. അത് മാത്രമാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഒരു ചോദ്യചിഹ്നം. ഞാൻ ഭാര്യയോട് കാര്യങ്ങൾ ഹിന്ദിയിൽ ഞാൻ സംസാരിച്ചു. അപ്പോൾ പറഞ്ഞു, ഏതോ ഒരു അസുഖമായിട്ടാണ് ആൾ മരിച്ചു പോയത്, എന്താണ് അസുഖം എന്നറിയില്ല. ഓക്കെ. ആ കിട്ടിയ കത്ത് അപ്പം തന്നെ ഞാനത് ചിന്തി കളഞ്ഞു. കത്തിൽ എന്താണെന്നുള്ളത് പുള്ളിക്കാരിയോട് സംസാരിച്ചു. അറിയാം പുള്ളിക്കാരിക്ക് അറിയാം. അങ്ങനെ പക്ഷെ അത് വന്നത് തന്നെ ഭാര്യ എൻ്റെ റൂമിൻ്റെ ഫ്രണ്ടിൽ വരുമ്പോൾ തന്നെ ഭാര്യയുടെ പ്രസവത്തിന് വെറും 3 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. നമ്മൾ സാധാരണ ഇവിടുന്ന് കേരളത്തിൽ നിന്ന് ബോംബെക്ക് പോകുന്ന കുർള ട്രെയിനുണ്ട്. ആ ട്രെയിനിലെ ലോക്കൽ കമ്പാർട്ട്മെൻറ്റിലൊന്നും സാധാരണ നമുക്ക് പോകാൻ പറ്റില്ല. കാരണം നിന്ന് കഴിഞ്ഞാൽ കാല് പൊന്തിച്ച് കഴിഞ്ഞാൽ പിന്നെ കാല് താഴെ വെക്കാനൊരു സ്ഥലം ഉണ്ടാകില്ല. അതുപോലത്തെ ഒരു ലോക്കൽ കമ്പാർട്ട്മെൻറ്റിലാണ് നിറവയറോടെ ഭാര്യ ബോംബെയിലേക്ക് കയറി വന്നത്. വീട്ടുകാരെ ഒരിക്കലും നമുക്ക് കുറ്റം പറയാൻ സാധിക്കില്ല. കാരണം വീട്ടുകാർക്ക് അനുജൻ്റെ കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ നോക്കണം. അനുജത്തിയുണ്ട്, അനുജത്തിൻ്റെ വിവാഹം വന്ന് ഉറപ്പിച്ചിരിക്കുന്ന സമയമാണ്. അപ്പോൾ അതെല്ലാം അവർക്കത് അങ്ങനെ ഒരു സമയത്ത് ഇങ്ങനെ ഒരു രോഗം ഉള്ള ഒരാൾ അവിടെ നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് അവരുടെ ഭാവിയെ പോലും ബാധിക്കും. അപ്പോൾ അന്ന് നമുക്ക് സർക്കാർ ആശുപത്രിയിൽ HIV ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു മാർഗം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അന്ന് പ്രൈവറ്റിലാണ്, നമ്മുടെ വീടിൻ്റെ പരിസരത്തുള്ള. ഏതാണ് ഒരു വർഷം എന്നൊന്ന് പറയാമോ? വർഷം ഒരു 2000-ൻ്റെ 2000 കുറച്ച് മുമ്പിലായിരിക്കും. അങ്ങനെ ഇവിടെ വന്ന് പ്രൈവറ്റിലാണ് ടെസ്റ്റ് നടത്തിയത്. ടെസ്റ്റ് നടത്തി റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ വല്ലാതൊരു വേദനയാണ്. കാരണം അത് സീക്രട്ടാക്കി വെക്കേണ്ട, രഹസ്യമാക്കി വെക്കേണ്ട, രഹസ്യ സ്വഭാവമുള്ള റിസൾട്ട് അത് പരസ്യമായി. അങ്ങനെ ഭാര്യ ബോംബെക്ക് എത്തി. അനുജൻ തിരിച്ച് നാട്ടിലോട്ട് പോയി. അന്ന് എനിക്ക് 1-2 സ്നേഹിതന്മാർ എൻ്റെ വേദനകൾ പങ്കുവയ്ക്കാൻ അവിടെ ഉണ്ടായിരുന്നു. അവരുമായിട്ട് എൻ്റെ പ്രയാസങ്ങൾ ഞാൻ പങ്കുവെച്ചപ്പോൾ അവർ പറഞ്ഞു, സാരമില്ല, നമുക്ക് എന്തെങ്കിലും ചെയ്യാം. അങ്ങനെ ജീവിതം മുന്നോട്ട് പോയി. വല്ലാത്തൊരു വേദനയിലായിരുന്നു. കാരണം അന്നത്തെ കാലത്ത് HIV എന്നല്ല, എയ്ഡ്സ് എന്നാണ് അന്ന് പറയാം. എയ്ഡ്സ് രോഗി എന്നാണ് അന്ന് പറഞ്ഞിരുന്നത്. എന്നാലും നമ്മുടെ കേൾവിക്കാരുടെ ഒരു അറിവിലേക്കായി HIV എയ്ഡ്സും തമ്മിലുള്ള ഒരു വ്യത്യാസം ഒന്ന് പറഞ്ഞ് നമുക്കതിലേക്ക് കിടക്കാം. HIV ഒരു രോഗമല്ല. HIV ശരിക്കും ഒരു വൈറസാണ്. അപ്പോൾ HIV വൈറസ് മൂലം HIV വൈറസ് ശരിക്കും ശരീരത്തിൽ ചെയ്യുന്നത്, ശരീരത്തിൽ അത് വൈറസ് വന്നു കഴിയുമ്പോൾ അത് ശരീരത്തിൻ്റെ പ്രതിരോധശേഷിയെ തകർത്ത് കളയാണ് ചെയ്യുന്നത്. ശരീരത്തിൻ്റെ പ്രതിരോധശേഷിയുള്ള വൈറ്റ് സെല്ലിനെ തകർത്ത് കളയും. കാരണം സ്വന്തമായി
ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷി ഈ വൈറസിനില്ല. ഇല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വൈറ്റ് സെല്ലുമായി, നമ്മുടെ പ്രതിരോധ ശേഷിയായിട്ടുള്ള വൈറ്റ് സെല്ലുമായി യോജിച്ചാണ് ഇവർ പ്രത്യുൽപാദനം നടത്തുന്നത്. അങ്ങനെ വരുമ്പോൾ വൈറ്റ് സെല്ല് താരതമ്യമായി HIV വൈറസായി മാറും. അങ്ങനെ എയ്ഡ്സിൻ്റെ ഒരു സ്റ്റേജിലേക്ക് എത്തും. കാരണം പ്രതിരോധശേഷി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. HIV വൈറസും ഉണ്ട്, ഒപ്പം പ്രതിരോധശേഷി കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മറ്റുള്ള അസുഖങ്ങൾ പെട്ടെന്ന് വന്നു കയറി പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ശരീരത്തിന് പ്രതിരോധിക്കാനുള്ള, ചെറുത്ത് നിൽക്കാനുള്ള ശേഷി ഇല്ലാത്തതുകൊണ്ട് മറ്റുള്ള അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള അസുഖങ്ങൾ കൂടുന്ന ഒരു അവസ്ഥയാണ് എയ്ഡ്സ്, അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം. മറ്റുള്ള പല അസുഖങ്ങളും ചേരുന്ന ഒരവസ്ഥ. അപ്പോൾ അന്ന് ഈ അവസ്ഥയെ മാത്രമാണ് ജനം കണ്ടുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ടിരുന്നത് എയ്ഡ്സ് രോഗി എന്ന് പറയാം. അപ്പോൾ അന്ന് ഞാനും കേട്ടിരിക്കുന്നത് തെറ്റായ ഒരു ചിന്തയുണ്ടായിരുന്നു. എയ്ഡ്സ് രോഗിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ് പിന്നെ സെല്ലിലടക്കി, പിന്നെ പുറത്തു വിടില്ല. ഇങ്ങനെ തെറ്റായ ഒരു ചിന്ത, മെസ്സേജ് നമ്മൾ കേട്ടിട്ടുണ്ട്, അറിവ് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഭയമുണ്ടായിരുന്നു, ആരോടും പറയാനും ഒരു ഭയമായിരുന്നു. അങ്ങനെ ജീവിതം തുടങ്ങിയിട്ടുള്ളൂ. വളരെയധികം വേദനിച്ചു. അങ്ങനെ ഭാര്യ പ്രസവിച്ചു. ഒരു നല്ലൊരു പെൺകുഞ്ഞായിരുന്നു, 4.5 കിലോ തൂക്കം ഉണ്ടായിരുന്നു. പെൺകുഞ്ഞ് ജനിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിൽ ആ ഒരു ഭീതി മാറി. കാരണം എനിക്ക് തോന്നി, ഒന്നില്ലെങ്കിൽ സിനിമയിലൊക്കെ നമ്മൾ കാണുന്ന പോലെ പ്രസവിച്ച് കഴിയുമ്പോൾ ഒന്നില്ലെങ്കിൽ അമ്മ മരിക്കും, അല്ലെങ്കിൽ കുഞ്ഞ് മരിക്കും, ഒരാളെ കിട്ടുള്ളൂ. അങ്ങനെ ഒരു കാഴ്ചപ്പാട് നമ്മുടെ ഉള്ളിലുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും സംഭവിച്ചില്ല. രണ്ടുപേരും ജീവനോട് വളരെ നല്ല ആരോഗ്യത്തോടു കൂടി ഉണ്ട്. അപ്പോൾ എൻ്റെ ഉള്ളിൽ ആ ഒരു ചിന്ത, അങ്ങനെ ഒരു അസുഖമൊന്നും ഇല്ല എന്നുള്ള ചിന്ത വന്നു. പിന്നെയും ജീവിക്കാനൊരു ഉത്തേജനം, കൊതി വന്നു. അങ്ങനെ ഒന്നിച്ച് ജീവിച്ചു. ഒരു 5 മാസം കഴിഞ്ഞപ്പോഴേക്കും, പ്രസവത്തിന് ശേഷം ഒരു 5 മാസം കഴിഞ്ഞപ്പോൾ കുഞ്ഞിന് വല്ലാത്തൊരു പ്രയാസങ്ങൾ വരാൻ തുടങ്ങി. കാരണം പാല് കുടിക്കുന്ന മുഴുവൻ ഛർദ്ദിച്ച് പോവുക. അങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തപ്പോൾ ഡോക്ടേഴ്സ് പരിശോധിച്ചു, പല ടെസ്റ്റുകളും നടത്തി. അതിനൊടുവിൽ അവർ സ്ഥിരീകരിച്ചു കുട്ടിക്ക് HIV ആണ്, എയ്ഡ്സ് ആണ് എന്നുള്ള രീതിയിൽ. അങ്ങനെ വൈഫാണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു കൂടെയുള്ളത്. ഞാൻ ദിവസത്തിൽ 2 നേരം വന്നു പോകും. അങ്ങനെ അന്ന് വൈകിട്ട് ഞാൻ ചെന്നപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, താങ്കളുടെ കുട്ടിക്ക് ഇതാണ് രോഗം, അതുകൊണ്ട് നിങ്ങളെ 2 പേരെയും പരിശോധിക്കണം പറഞ്ഞപ്പോൾ, അങ്ങനെ ഒരു വിഷയം പറഞ്ഞപ്പോൾ എൻ്റെ ഉള്ളൊരു വേദന, ആ പഴയ ചിന്തകൾ വീണ്ടും കയറി വന്നു. കാരണം ഞങ്ങൾക്കും ഈ അസുഖം ഉണ്ടാകും എന്നുള്ളത് 100% ഉറപ്പാണ്. കാരണം കുഞ്ഞിനുണ്ടെങ്കിൽ ഞങ്ങൾക്കുണ്ട്, ഭാര്യയ്ക്ക് ഉണ്ടെന്നുള്ളത് എന്തായാലും അറിയാമായിരുന്നു. അപ്പോൾ അങ്ങനെ ആയി കഴിഞ്ഞാൽ ഞങ്ങളെ പൂർണ്ണമായും സെല്ലിലടക്കി. ഈ ഒരു ചിന്ത, ഈ ഒരു കാഴ്ചപ്പാട് ഉള്ളിലുണ്ടായിരുന്നു. അതുകൊണ്ട് ഭാര്യയോട് പറഞ്ഞു, നീ പതുക്കെ പരിശോധനയ്ക്ക് നിന്ന് കൊടുക്കരുത്, പരിശോധനയ്ക്കാണെന്ന് പറഞ്ഞ് വരുമ്പോൾ, ഇത് 2ാമത്തെ നിലയിലാണ് ബെഡ് കിടക്കുന്നത്, താഴോട്ട് വരിക, പരിശോധനയ്ക്കാന്ന് പറഞ്ഞു. താഴെ ഞാൻ ടാക്സിയുമായിട്ട് നിൽക്കാം, നമുക്ക് കയറി പോകാം, ഡിസ്ചാർജ് ചെയ്യാതെ തന്നെ നമുക്കൊരു ഒളിച്ചോട്ടം എന്ന് പറയാം. അങ്ങനെ ഞാൻ താഴെ ടാക്സിയുമായി നിൽക്കുമ്പോൾ പുള്ളിക്കാരി താഴോട്ട് പരിശോധനയ്ക്കാണെന്ന് പറഞ്ഞ് കുഞ്ഞിനെയും കൊണ്ട് താഴോട്ട് വന്നു. അങ്ങനെ കാറിൽ കയറി ഞങ്ങൾ അവിടുന്ന് പോരുകയാണ്. ആ പോരുന്ന വഴിക്കാണ് കുഞ്ഞിൻ്റെ കൈമ കിടക്കുന്ന ഗ്ലൂക്കോസിൻ്റെ സിറിഞ്ച്, ഒരു സൂചി, അതൊക്കെ വലിച്ച് ഞാൻ തന്നെ സ്വയം ഊരിക്കളഞ്ഞ് വീട്ടിൽ വന്നു. 2 ദിവസം കഴിയുമ്പോഴേക്കും കുഞ്ഞ് വൈഫിൻ്റെ മടിയിൽ കിടന്ന് മരണമടയാണ്. അങ്ങനെ മരണമടഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മുടെ നാട് പോലെയല്ല, അവിടെ കുഴിച്ചിടാനുള്ള സംവിധാനങ്ങൾ ഇല്ല. അവിടെ മുനിസിപ്പാലിറ്റിയെ ആശ്രയിക്കണം. മുനിസിപ്പാലിറ്റിയുടെ പ്രത്യേകം ഒരു സ്ഥലമുണ്ട്, ആ സ്ഥലത്ത് മാത്രമേ അത് കുഴിച്ചിടാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്യണമെങ്കിൽ തന്നെ മുനിസിപ്പാലിറ്റിക്ക് എങ്ങനെ ഈ കുട്ടി മരിച്ചു എന്നുള്ള സർട്ടിഫിക്കറ്റ്, ഡോക്ടേഴ്സ് സർട്ടിഫിക്കറ്റ് അത്യാവശ്യമാണ്, ഹാജരാക്കണം. അപ്പോൾ ഡോക്ടർ സർട്ടിഫിക്കറ്റ് എവിടെ നിന്ന് കിട്ടും? അത് കിട്ടാനുള്ള ഒരു സാധ്യതയും ഇല്ല. കുറച്ച് ഞങ്ങൾ താമസിച്ചിരുന്ന ആ സ്ഥലത്ത് നിന്ന് അല്പം മുന്നോട്ട് പോയി കഴിയുമ്പോൾ ഒരു ക്ലിനിക്ക് ഉണ്ട്, പ്രൈവറ്റ് ക്ലിനിക്കാണ്. ആ ക്ലിനിക്ക് പോയി ഡോക്ടറോട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ പനി മൂർച്ഛിച്ചിട്ടാണ് മരിച്ചതെന്ന് പറഞ്ഞു. പക്ഷേ ഡോക്ടർ പറഞ്ഞു, എവിടെയാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്തിരുന്നത് അവിടെ പോയി തന്നെ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ സാധിക്കുള്ളൂ. ഒരുപാട് കൈയും കാലും പിടിച്ച് പ്രയാസങ്ങൾ പറഞ്ഞു. ഇന്നതാണ് അസുഖമെന്നൊന്നും പറയാൻ പോയില്ല. അല്പം പൈസ കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർ ഒരു സർട്ടിഫിക്കറ്റ് ചെയ്തു തന്നു. അത് അവർ വീട്ടിൽ വന്ന് ഡോക്ടർ വന്ന് പരിശോധിച്ചു, മരണം ഉറപ്പുവരുത്തി, സ്ഥിരീകരിച്ചതിന് ശേഷം സർട്ടിഫിക്കറ്റ് തന്നു. അപ്പോൾ ഞാൻ ഈ സർട്ടിഫിക്കറ്റിന് വേണ്ടി ഞാൻ റൂമിൽ നിന്ന് പുറത്ത് പോകുമ്പോൾ എൻ്റെ ഭാര്യയോട് ഞാൻ പറഞ്ഞു, ഒരു കാരണവശാലും കരയരുത്, കുഞ്ഞ് മടിയിൽ കിടന്നാണ് മരിച്ചിരിക്കുന്നത്, ഒരു കാരണവശാലും കരയരുത്. കാരണം കരഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്ത് ഒരു ചുമരാണ് 2 റൂം, അപ്പുറത്തെ താമസക്കാർക്കും ഞങ്ങളുടെ ഈ സെൻറ്ററിൽ ഒരു ചുമര് മാത്രമേ ഉള്ളൂ. ഒരു നീട്ടിപ്പിടിച്ച നെടുവീർപ്പ് പോലും അവർക്ക് കേൾക്കാം. അതെ, കേൾക്കാം, തീർച്ചയായും.
അപ്പോൾ ഞാൻ പറഞ്ഞു ഒരിക്കലും കരയരുത്, കരഞ്ഞു കഴിഞ്ഞാൽ ചുറ്റുപാടുള്ളവർ കൂടും, എന്താണ് സംഭവം എന്ന് അറിയും, പിന്നെ സർട്ടിഫിക്കറ്റിന് വേണ്ടി അവർ കൂടെ വരും, അപ്പോൾ എനിക്കത് സത്യാവസ്ഥ പറയേണ്ടി വരും. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഈ ആളുകളെല്ലാം നമ്മളെ കൈവിടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് പറഞ്ഞു കൊടുത്തപ്പോൾ അത് അനുസരണയോടുകൂടി അത് കേട്ടു. സർട്ടിഫിക്കറ്റ് കിട്ടി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇനി നീ നിൻ്റെ വേദനകൾ കരഞ്ഞ് തീർത്തോളൂ. അങ്ങനെ നാട്ടുകാർ കൂടി പരിസരത്തുള്ളവർ കൂടി അങ്ങനെ വളരെ നല്ല രീതിയിൽ തന്നെ കുഞ്ഞിനെ അടക്കം ചെയ്തു. തിരിച്ചു വന്നു. നാളുകൾ കഴിഞ്ഞു, 1.5 വർഷം കഴിഞ്ഞപ്പോഴേക്കും ഭാര്യയ്ക്ക് അതേ അവസ്ഥ, വളരെ ശരീരം വീക്കായി, വല്ലാത്തൊരവസ്ഥയായി. നമ്മുടെ ഒരു തണ്ടലിൽ നമുക്ക് ഒരു കൈ തണ്ടയിൽ നമുക്ക് ഇങ്ങനെ കൊണ്ടുപോകാവുന്ന ഒരു സ്റ്റേജിലേക്കായി ഭാര്യ. ഭക്ഷണം വളരെ കഴിക്കുന്നില്ല ഭക്ഷണം. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അന്ന് സാമ്പത്തികമായി വളരെയധികം പ്രയാസം അനുഭവിക്കുന്ന ഒരു സമയമായിരുന്നു. എൻ്റെ ജോലി നഷ്ടപ്പെട്ടു പോയി, വല്ലാത്തൊരു വേദനയിലായിരുന്നു. അപ്പോൾ ആ സമയത്ത് ജീവിതത്തോട് ശരിക്കും മടുപ്പും വന്നു. കാരണം ജീവനെ തുല്യം സ്നേഹിക്കുന്നതാണ് ഭാര്യ. ആ ഭാര്യ ഇപ്പോൾ സംസാരിക്കാൻ പോലും ശേഷിയില്ലാത്തൊരു അവസ്ഥയിലാണ്. അങ്ങനെ ഭാര്യ വീട്ടുകാരെ ഞാൻ വിളിച്ചു, സംസാരിച്ചു, ഇങ്ങനെയാണ് വിഷയം എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അവരുടെ വീടിൻ്റെ അടുത്ത് ഒരു ആശുപത്രിയുണ്ട്, സർക്കാർ ആശുപത്രിയാണ്, ആ ആശുപത്രിയിൽ നമുക്ക് അഡ്മിറ്റ് ചെയ്യാം. അങ്ങനെ അവരുടെ ഭാഗത്തു നിന്നുള്ള സഹകരണം ആ സമയങ്ങളിൽ സഹകരണം ഉണ്ടായിരുന്നു. സഹകരണം എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് വിശേഷങ്ങൾ അന്വേഷിക്കും, അല്ലാതെ വേറൊരു സഹകരണമില്ല. ഇടയ്ക്ക് ഒന്ന് അന്വേഷിക്കും, നമുക്ക് അവിടെ പോകാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. അങ്ങനെ അവരുടെ സമ്മതപ്രകാരം അവരുടെ പരിസരത്തുള്ള ഒരു ആശുപത്രിയിൽ, ഒരു സർക്കാർ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു. 4 ദിവസം അവിടെ അഡ്മിറ്റായിരുന്നു.